നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളും സൈനിക അഭ്യാസങ്ങളുമാണ്. 20 ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ നോക്കുക. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനായിട്ടും നല്ലൊരു ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാനും നിങ്ങളെ സഹായിക്കും. 20 ചോദ്യങ്ങളും മടികൂടാതെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ കേരള സ്റ്റേറ്റ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച പ്രത്യേക പരിശോധനയുടെ പേര് എന്ത്? സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ കേരള സ്റ്റേറ്റ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച പ്രത്യേക പരിശോധനയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വേണ്ടി കേരള സ്റ്റേറ്റ് വിജിലൻസ് ആരംഭിച്ച പ്രത്യേക പരിശോധനയുടെ പേര്. രണ്ടാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താനായി വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്ത്? സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനായി വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്താണ്? സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താനായി വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം: വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്താണ്? വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. നാലാമത്തെ ചോദ്യം: മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് എങ്ങനെ? മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്താണ്? മോട്ടോർ വാഹന വകുപ്പുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. അഞ്ചാമത്തെ ചോദ്യം: വനം വകുപ്പിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വനം വകുപ്പിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ എന്താണ്? വനം വകുപ്പിലെ അഴിമതി ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ആറാമത്തെ ചോദ്യം: ട്രെയിൻ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഏതാണ്? ട്രെയിൻ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്, ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിത എന്താണ്? ട്രെയിൻ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും അതുപോലെ തന്നെ ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ രക്ഷിത. ഏഴാമത്തെ ചോദ്യം: വെളിച്ചെണ്ണയിലെ മായം തടയാനും ഗുണനിലവാരം ഉറപ്പാക്കാനും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? വെളിച്ചെണ്ണയിലെ മായം തടയാനും ഗുണനിലവാരം ഉറപ്പാക്കാനും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ നാളികേര. ഓപ്പറേഷൻ നാളികേര എന്താണ്? വെളിച്ചെണ്ണയിലെ മായം തടയാനും ഗുണനിലവാരം ഉറപ്പാക്കാനും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ നാളികേര. ഇത്ര നേരം നമ്മൾ പഠിച്ചത് കേരളത്തിന്റെ ആയിരുന്നു. ഇനി നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓപ്പറേഷനുകളാണ് നോക്കാൻ പോകുന്നത്. എട്ടാമത്തെ ചോദ്യം: ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് കടത്തുന്നതിനെതിരെ കസ്റ്റംസ് നടത്തിയ രാജ്യവ്യാപകമായ ഓപ്പറേഷൻ. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് കടത്തുന്നതിനെതിരെ കസ്റ്റംസ് നടത്തിയ രാജ്യവ്യാപകമായ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ നുംബോർ. ഓപ്പറേഷൻ നുംബോർ ആണ് എന്താണ്? ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് കടത്തുന്നതിനെതിരെ കസ്റ്റംസ് രാജ്യവ്യാപകമായിട്ട് നടത്തിയ ഓപ്പറേഷൻ. ഒമ്പതാമത്തെ ചോദ്യം: ജമ്മു കാശ്മീരെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഏതാണ്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ
സിവിലിയന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ. 10ാമത്തെ ചോദ്യം, പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് എന്താണ്? പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. ക്ലിയർ ആയല്ലോ? 11ാമത്തെ ചോദ്യം, 2025 മാർച്ചിൽ മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്ത്? 2025 മാർച്ചില് മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ്? 2025 മാർച്ചില് മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 12ാമത്തെ ചോദ്യം നോക്കാം. ശ്രീലങ്കയിൽ ടിക്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? ശ്രീലങ്കയിൽ ടിക്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്തിനായിരുന്നു? ശ്രീലങ്കയിലെ ടിക്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു. 13ാമത്തെ ചോദ്യം നോക്കാം. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ സിന്ധു. ഇനി നമ്മൾ കുറച്ച് സൈനിക അഭ്യാസങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ പങ്കെടുത്ത എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 എന്ന ബൃഹത്തായ ബഹുമുഖ്യാഭ്യാസത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ്? ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ പങ്കെടുത്ത എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 എന്ന ബൃഹത്തായ ബഹുമുഖ്യാഭ്യാസത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഈജിപ്ത് ആണ്. അപ്പോൾ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ഈജിപ്തിൽ വെച്ചിട്ടായിരുന്നു അല്ലേ? അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. 2025 ഫെബ്രുവരിയിൽ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? 2025 ഫെബ്രുവരിയിൽ ജപ്പാനിൽ വെച്ച് നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ധർമ്മ ഗാർഡിയൻ. എന്താണ്? ധർമ്മ ഗാർഡിയൻ ആണ് 2025 ഫെബ്രുവരിയിൽ ജപ്പാനിൽ വെച്ച് നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. 16ാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. 2025 ഫെബ്രുവരിയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എക്യുബറിൻ ആണ് 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. 17ാമത്തെ ചോദ്യം, 2025 മാർച്ചിൽ അറബിക്കടലിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേര്. അപ്പോൾ 2025 മാർച്ചിൽ നമ്മുടെ അറബിക്കടലിൽ വെച്ചിട്ട് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഇന്ത്യയും ഫ്രാൻസും ആണ്. ആ നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി, വരുണ. വരുണ എന്താണ്? 2025 മാർച്ചിൽ അറബിക്കടലിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണ് വരുണ. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിൽ 2025 നടത്തിയ ആദ്യത്തെ സ്വതന്ത്ര സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സും. അപ്പൊ ഇന്ത്യയും ഇന്ത്യൻ വ്യോമസേനയുടെ
ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിൽ 2025 നടത്തിയ ആദ്യത്തെ സ്വതന്ത്ര സംയുക്ത സൈനികാഭ്യാസമാണ്. ആദ്യത്തെ സ്വതന്ത്ര സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ടൈഗർ ക്ലോ. എന്താണ് ടൈഗർ ക്ലോ? ടൈഗർ ക്ലോ എന്താണ്? ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിൽ 2025 നടത്തിയ ആദ്യത്തെ സ്വതന്ത്ര സംയുക്ത സൈനിക അഭ്യാസമാണ് ടൈഗർ ക്ലോ. ടൈഗർ ക്ലോ. 19ാമത്തെ ചോദ്യം, 2025 ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. 2025 ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന, എത്ര രാജ്യങ്ങളെ കൺഫ്യൂഷൻ ആവുമല്ലേ. 2025 ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര്. അപ്പൊ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോൾഡ് കുരുക്ഷേത്ര. ബോൾഡ് കുരുക്ഷേത്രയാണ് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്നത്. ലാസ്റ്റ് ചോദ്യമാണ്, കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ ദിവ്യദൃഷ്ടി എക്സ് 2025 നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ സൈന്യത്തിന്റെ ദിവ്യദൃഷ്ടി എക്സ് അല്ലെങ്കിൽ എക്സ് ദിവ്യദൃഷ്ടി 2025 നടന്ന ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സിക്കിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് PSC ബുള്ളറ്റിനിൽ 2025 സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരുന്നതാണ്. അപ്പോൾ നമുക്കത് എന്തായാലും വിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളതിന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.